ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ്. ഇന്നൊരു നിക്കാഹിൻ്റെ വീഡിയോ ആണ്. ഫ്രണ്ടിൻ്റെ പെങ്ങളെ നിക്കാഹാണ്. പെങ്ങളിതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതാ നിക്കാഹിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ജമാനാണ്. ജമാൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ നിക്കാഹാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളെ വ്ളോഗിലുള്ളത്. നമ്മളെ വ്ളോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. തിരൂരിലുള്ള കോരങ്ങത്ത് പള്ളിയിൽ വെച്ചിട്ടാണ് ഈ ഒരു നിക്കാഹ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. മണവാളിൻ്റെ വേണ്ടപ്പെട്ട ആളെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പെണ്ണിൻ്റെ വേണ്ടപ്പെട്ട ആളെല്ലാവരും വന്നിട്ടുണ്ട്. പെണ്ണിൻ്റെ ഫാദറാണ് നിക്കാഹ് ചെയ്യാതിരിക്കുന്നത്. ഇത് അളിയനാണ് കേട്ടോ, മൂത്ത അളിയനാണത്. അതേപോലെ തന്നെ അളിയന്മാരും അനിയന്മാരും ഫ്രണ്ട്സുകളും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ജമാൻ അത് ഇരിക്കുന്നത്. ജമാന് ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നിക്കാഹ് പരിപാടികളെല്ലാം തീർന്ന് അൽഹംദുലില്ലാ. ഇപ്പോൾ അതാ നിക്കാഹ് കഴിഞ്ഞിട്ട് മഹർ അങ്ങോട്ടും കൊണ്ട് കൈമാറുന്നതും അതേപോലെ തന്നെ അങ്ങോട്ടും കൊണ്ട് ഹഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കവറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കുന്നതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവരെ ബ്രദേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അത് നല്ല രസമായിട്ടുണ്ട്. സംഭവം ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഗോൾഡൊക്കെ കൊടുക്കുന്ന ഒരു കവർ വരുത്താണ് ഇതിലാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കവരെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി കോഫി പിന്നെ ഒരു വെറൈറ്റി ഒരു സംഭവമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാരുണ്ടാകുമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ കവറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പള്ളിയിൽ ദർസ് ഉണ്ടായതിന് ആ കുട്ടികളെയും കൂടി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മക്കളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിലാണ് കളറായിട്ടുണ്ട് കേട്ടോ പരിപാടി. ഈ ഒരു കല്യാണം ഉറപ്പിച്ചത് മുതൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം നിക്കാഹൊക്കെ നമ്മളെ ചാനലിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. ജമാനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അതേപോലെ തന്നെ ഇപ്പോൾ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവർ 6 ബ്രദേഴ്സും 4 സിസ്റ്റേഴ്സും ആണ്. അപ്പോൾ ഇത് മൂന്നാമത്തെ സിസ്റ്ററിൻ്റെ കല്യാണം. ഇനി ഒരു സിസ്റ്ററിൻ്റെ കല്യാണം കൂടിയുണ്ട്. പിന്നെ അതേപോലത്തെ ബ്രദേഴ്സിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, കല്യാണം നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അത്യാവശ്യം നല്ല പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെ ഉണ്ട്. നല്ല സ്നേഹമുള്ള നല്ല അടിപൊളി വൈബുള്ള മക്കളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മളെ മണവാട്ടി പെണ്ണ്. അപ്പോൾ അവരവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടതിന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് വീഡിയോസ് ഫോട്ടോസ് എടുക്കുക. അങ്ങനെ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ചെക്കനും ചെക്കൻ്റെ വേണ്ടപ്പെട്ട 2 ഫ്രണ്ട്സുകളും കൂടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരെ ഫാമിലി എല്ലാവരും കൂടി നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു സ്നേഹം ഇതെല്ലാം എന്നും ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ ഇവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവരെ അളിയന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാണ് മഹർ. ഈ പയ്യൻ ഇതാണ് ഈ മഹർ കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് എടുത്ത് ആസാദ് എന്നാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല രസം ഇട്ട് ആ മഹർ ഇങ്ങനെ കാണുന്ന വിധത്തിൽ അങ്ങനെ ചെക്കന് ഇതാ വന്നിട്ട് മഹർ കെട്ടി കൊടുക്കുകയാണ്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വന്നതാണ് ഇങ്ങോട്ട്. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് മഹർ കെട്ടി അതെല്ലാം കഴിഞ്ഞു. ഇവരെല്ലാവരും ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇവരെല്ലാവരും കൂടി നിന്ന് ഫോട്ടോ കൊടുത്ത് ഉമ്മാക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഉമ്മാക്ക് ഇത്. അത് കഴിഞ്ഞിട്ട് ജമാനരുത് ഊരോന്ന് ഇറങ്ങിയാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നിൽക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ജമാന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഞാൻ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ, സി യു.